ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്രയും എപ്പിസോഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന അനുമോളും നെവിനും. അതുപോലെ തന്നെ ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. നെവിനും അനുമോളുടെയും കേസിൽ 8 പ്രാവശ്യമാണ് ഇവർ നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ പറഞ്ഞ അനീഷിന്റെ കേസിലാണെങ്കിൽ 5 പ്രാവശ്യമാണ് അനീഷ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് 3 പേർ കൂടി ബിഗ് ബോസ് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. കണ്ടസ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ പുറത്ത് ജനങ്ങളായിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു. നിങ്ങൾക്ക് ജനങ്ങളായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു അവസരത്തിൽ സംസാരിക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് സമയം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുമ്പോൾ ഈ പറയുന്ന നെവിൻ ആയാലും അനുമോളായാലും അനീഷ് ആയാലും ഇവർ 3 പേരും വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഈ പറയുന്ന ഗെയിമിനെ പറ്റിയും കണ്ടസ്റ്റൻസിനെ പറ്റിയും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് ഇവർ 3 പേരും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് 3 പേർ കൂടി ബിഗ് ബോസ് ഒരു സമ്മാനം കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, അനീഷിന് ഏറ്റവും കുറവ് തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് 5 ലിറ്റർ പാലാണ് അനീഷിന് സമ്മാനമായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അനുമോൾക്ക് നെവിനും ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് 25 മുട്ട വെച്ചിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും സമ്മാനമായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത്. അപ്പൊ അനീഷിന് കിട്ടിയത് 5 ലിറ്റർ പാലും അനുമോൾക്ക് നെവിനും കിട്ടിയത് 25 മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആക്ടിവിറ്റി ആയിരുന്നു അവർക്ക് കൊടുത്തത്. പക്ഷേ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു 13-ാം ആഴ്ചയിലേക്ക് എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്ന അനീഷും അനുമോളും നെവിനും അക്ബറും സാബുമാനും ആദില, നൂറ, ഷാനവാസ്, ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഇനി വരുന്ന 13-ാം ആഴ്ചയിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് ലൈൻസ് എല്ലാം ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി മുന്നോട്ടുള്ള നാളുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്ന കണ്ടസ്റ്റന്റിന് വോട്ട് കൊടുക്കേണ്ടത്. ഇനി അങ്ങോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ ടോപ്പ് 5 ലിസ്റ്റിലും ടോപ്പ് 3 ലിസ്റ്റിലും ഏറ്റവും അവസാനം ലാലേട്ടന്റെ ഇടവും വലവും, അതിൻ്റെയും അവസാനം ആ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിജേതാവ് ആരാകണമെന്ന് തീർച്ചയായിട്ടും തീരുമാനിക്കുന്നത് നിങ്ങൾ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിന് തന്നെ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്